3 മണിയോട് കൂടി തന്നെ മഞ്ജുലാൽ പരിസരത്ത് നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് ഒരു 600 മീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ആനയോട്ടം ആരംഭിക്കും. 3 ആനകളാണ് ഇത്തവണ ആനയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. ഈ വളരെ വലിയ ഐതിഹ്യങ്ങളെല്ലാം ഇതിനെ പിറകിലുണ്ട്. എന്തായാലും ചെന്താമരാക്ഷൻ, ബാലു, ദേവദാസ് എന്നീ 3 ആനകളാണ് ഇത്തവണത്തെ ആനയോട്ടത്തിൽ പങ്കെടുക്കുന്നത്. ഈ ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ഒരു പ്രത്യേക ചടങ്ങ് തന്നെയാണ് ഈ ഗുരുവായൂരിലെ ആനയോട്ടം എന്ന് പറയുന്നത്. ഉത്സവകാലത്ത് ഭഗവാന്റെ സ്വർണ്ണത്തിടമ്പ് എഴുന്നള്ളിക്കുന്നതിനുള്ള ആനയെ തിരഞ്ഞെടുക്കുന്നത് ഈ ആനയോട്ടത്തിലൂടെയാണ്. ഇവിടെ ഒന്നാമതായി എത്തുന്ന ആനയായിരിക്കും ഇത്തരത്തിൽ ഭഗവാന്റെ സ്വർണ്ണത്തടമ്പ് ഉത്സവകാലത്ത് എഴുന്നള്ളിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുന്നത്. എന്തായാലും ക്ഷേത്രത്തിന് കിഴക്കുള്ള മഞ്ജുലാൽ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ആനയോട്ടം അമ്പലത്തിന്റെ ഉള്ളിൽ 7 പ്രദക്ഷിണത്തോടെ കൂടിയാണ് അവസാനിക്കുന്നത്. ഈ കൗതുകപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ഈ ഒരു ചടങ്ങ് കാണാൻ എന്തായാലും 100 കണക്കിന് പേര് തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകൾ, ഭക്തജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഗുരുവായൂരിന്റെ ഇരുവശങ്ങളിലുമായി മഞ്ജുലാൽ പരിസരത്ത് നിന്ന് ക്ഷേത്രത്തിന്റെ ഈ നട വരെയുള്ള ഈ ഇരുവശങ്ങളിലും 100 കണക്കിന് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കുറഞ്ഞു പോകും. എന്തായാലും ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആനയോട്ടം അവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആനകൾ വരുന്ന ഒരു കാഴ്ചയാണ്. വളരെ വലിയ ഒരു ഐതിഹ്യവും ഇതിന് പുറകിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഗുരുവായൂർ അമ്പലത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവത്തിന്റെ ഈ എഴുന്നള്ളിപ്പിനെ കൊടുങ്ങല്ലൂരിലെ തൃക്കണാമതിലകം ശിവക്ഷേത്രത്തിൽ നിന്ന് ആനകളെ കൊണ്ടുവരികയായിരുന്നു. എന്തായാലും ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ആനയോട്ടമാണ്. വളരെ ആവേശകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. തീർച്ചയായിട്ടും കാണുന്ന ഓരോരുത്തരുടെയും കണ്ണുകളെ വളരെയധികം സന്തോഷം കൊണ്ടും അതോടൊപ്പം തന്നെ കൗതുകവും ഉണർത്തുന്ന ഒരു കാഴ്ച. ഗുരുവായൂരപ്പന്റെ സ്വർണ്ണത്തിടമ്പ് ഏൽക്കാനുള്ള ഭാഗ്യം ആർക്കാണെന്ന് ഒരുപക്ഷെ നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഇരുവശത്തും ഭക്തജനങ്ങൾ ആർപ്പുളിയോട് കൂടി തന്നെ 3 പേരെയും, അതായത് ചെന്താമരാക്ഷനെയും ബാലുവിനെയും ദേവദാസിനെയും ഒന്നാമതെത്തിയിരിക്കുന്നു. വളരെ വളരെ ദേവസ്ഥത്തിലെ ആനയാണ്. രണ്ടാമതായി ചെന്താമരാക്ഷൻ തൊട്ട് പുറകിലുണ്ട്. മിക്കവാറും ബാലു തന്നെ ആയിരിക്കും ഇത്തവണ ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലം വെക്കാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ നടയിലേക്ക് എത്തുന്നു. 2 പേരും നടയിലേക്ക് എത്തുന്നു. ഇനി 7 തവണ ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിൽ പ്രദക്ഷിണം വച്ചതിന് ശേഷമായിരിക്കും ആചാരപൂർവമായിട്ടുള്ള ഒരു അവസാനം ഉണ്ടായിരിക്കും. എന്തായാലും അങ്ങോട്ട് അവസാനിച്ചിരിക്കുന്നു. 3ാമത് ദേവദാസ് തൊട്ട് പുറകിലാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ദേവദാസ് എന്ന് പറഞ്ഞാൽ തൊട്ട് പുറകിലുണ്ട്. എന്തായാലും ക്ഷേത്രത്തിനകത്തേക്ക്, കണ്ണൻ്റെ അകത്തേക്ക് മറ്റ് 2 ആനകളും കയറിയിട്ടുണ്ട്. ബാൽ തന്നെയാണ് ഒന്നാമതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ കൗതുകരമായിട്ടുള്ള, വളരെ ഭക്തിപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഗുരുവായൂരുള്ളത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദേവദാസാണ്. ദേവദാസ് 3ാമതായി കണ്ണൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം 1ാമതും 2ാമതും 3ാമതും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് തരത്തിൽ കണ്ണനെ വണങ്ങാനുള്ള ഒരു ഭാഗ്യം തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനം. എന്തായാലും ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് കൊടിയേറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ചടങ്ങ്, അല്ലെങ്കിൽ ഏറ്റവും ഭക്തിപൂർവ്വമായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആനയോട്ടം അവസാനിച്ചിരിക്കുകയാണ്. നീലിമ. ആനന്ദ സൂചിപ്പിച്ചതുപോലെ ഭക്തി നിർഭരവും കൗതുകകരമായിട്ടുള്ള ആ ഒരു ചടങ്ങിനാണ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത്. ഗുരുവായൂർ ഉത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ ആനയോട്ടമാണ് ഇപ്പോൾ നടന്നത്. ഭക്തിപൂർവ്വം ആ ഒരു ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം നിരവധി ഭക്തജനങ്ങളാണ് ഈ ഒരു കാഴ്ച കാണാനായി, ചരിത്രപ്രസിദ്ധമായ ഈ ഒരു കാഴ്ച കാണാനായി എത്തിച്ചേർന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആനന്ദ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ആനന്ദ, ഒരുപക്ഷെ ഇനിയാണ് ഉത്സവത്തിൻ്റെ രാവുകൾ ആരംഭിക്കുന്നത്. മറ്റ് ചടങ്ങുകളൊക്കെ തന്നെയും എങ്ങനെയായിരിക്കും ഇനി മുതൽ? വളരെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് ഇന്ന് പരിസമാപ്തിയായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഗുരുവായൂർ ദേവസ്വത്തിലെ ദേവി എന്ന് പറയുന്ന ആനയാണ്. ബാലു തന്നെയാണ് 1ാമതെത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അകത്തു നിന്നും അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ച. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഐതിഹ്യം, അതായത് ഈ ആനയോട്ടത്തിന് പുറകിലെ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഗുരുവായൂർ അമ്പലത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂരിലെ തൃക്കണാമതിലകം ശിവക്ഷേത്രത്തിൽ നിന്ന് ആനകളെ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഒരു വർഷം അത്തരത്തിൽ ആനകളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനകൾ ഓടിയെത്തി എന്നാണ് ഐതിഹ്യം. അതുതന്നെയാണ് ഈ ആനയോട്ടത്തിന് പുറകിലെ ഐതിഹ്യം. ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത്. ആനയോട്ടത്തിലൂടെ തന്നെയാണ്.
ഈ ആനകൾ ഓടി വന്ന സമയത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ ഉച്ച തിരിഞ്ഞ് ഈ 3 മണിയോട് കൂടിയുന്ന സമയം പോലും തെരഞ്ഞെടുത്തിട്ടുള്ളത്. ദാമോദർദാസ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ദാമോദർദാസാണ് ഇപ്പോൾ കടന്നുപോയത്. ഗോപികൃഷ്ണൻ ഇതാ തൊട്ട് പുറകിലുണ്ട്. എന്തായാലും വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അല്പസമയം മുമ്പ് പ്രേക്ഷകർ കണ്ടത്. ഈ ആനയില്ല ശീവേലി അടക്കമുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ ശീവേലി അനുസ്മരിക്കുന്ന പോലെ തന്നെയാണ് ഈ ഉത്സവാരംഭത്തെ ദിവസത്തിൽ ആനയില്ല ശീവേലി നടത്തുന്നുണ്ട്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ക്ഷേത്രത്തിൽ ആനയോട്ടത്തോടുകൂടി തന്നെ എല്ലാ ചടങ്ങുകളും ഉത്സവത്തിന് എല്ലാ ചടങ്ങുകളും ആരംഭിക്കും. ഈ നീണ്ടു നിൽക്കുന്ന നാളുകളിൽ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്നുള്ളവർക്ക് ഉത്സവാഘോഷമാണ്. ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം, എല്ലാ മലയാളികളെയും കൃഷ്ണഭക്തരൊക്കെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളാണ്. ഇനി രാവും പകലുമില്ലാതെ ഭക്തജന ലക്ഷങ്ങൾ ഗുരുവായൂരിലേക്ക് ഓടിയെത്തും. വിഷ്ണു, യെസ്, ഗുരുവായൂർ ഉത്സവത്തിൻ്റെ പ്രാരംഭ ചടങ്ങായ ആനയോട്ടമാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. ഭക്തി നിർഭരമായ കാഴ്ചകൾ സമ്മാനിച്ചാണ് ആനയോട്ടത്തിൻ്റെ ആ ഒരു പ്രാരംഭ ചടങ്ങ് ഇപ്പോൾ പരിസമാപ്തിയായിരിക്കുന്നത്.